ഇതുവരെ നമ്മൾ സ്നേഹത്തെക്കുറിച്ച്, അതും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഫ്രാൻസ് ചേട്ടൻ വളരെ ഭംഗിയായി നമ്മളോട് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു. ഇപ്പോഴ് നമ്മൾ ചെയ്യുന്നത് ദൈവ സ്നേഹം കുടുംബത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുക. ദൈവ സ്നേഹം നമ്മൾ ആകാശത്ത് നിന്ന് അറിയുന്നില്ല. ചിലപ്പോൾ എക്സെപ്ഷണൽ കേസസിൽ വളരെ റെയറായിട്ട് അങ്ങനെ അറിഞ്ഞേക്കാം. ദൈവസ്നേഹം നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഏതാണ്ടൊക്കെ മനസ്സിലാകും എന്നേയുള്ളൂ. പക്ഷെ നമ്മളെ കാര്യമായി ചൂഴ്ന്നു നിൽക്കുന്നത് പോലുള്ള ഒരു അനുഭവം പ്രകൃതിയിൽ നിന്നും നമുക്ക് സമ്പൂർണമായി ലഭിക്കില്ല. ദൈവസ്നേഹാനുഭവം ഏറ്റവും ആഴത്തിൽ ലഭിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നതും അനുഭവിക്കുന്നതും കുടുംബത്തിലാണ്. വളരെ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ ദൈവം പുരുഷന് ഭാര്യയെ നൽകിയത് അവന്റെ നല്ല അവസ്ഥ ഉറപ്പാക്കാൻ വേണ്ടിയാണ്. അപ്പോഴ് ദൈവ സ്നേഹത്തിന്റെ ഒരു മീഡിയമായിട്ടാണ് കപ്പിള് പരസ്പരം നിലകൊള്ളുന്നത് എന്ന് നമ്മൾ അതിൽ നിന്ന് തിരിച്ചറിയണം. എല്ലാം നല്ലത് 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 അല്ലേ? സൃഷ്ടി ചെയ്തപ്പോൾ എല്ലാം നല്ലത് 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 എന്ന് പറഞ്ഞ ദൈവം ആദത്തെ, ഒറ്റക്കിരിക്കുന്ന ആദത്തെ നോക്കിക്കൊണ്ടാ പറഞ്ഞേ അത് നല്ലതല്ല. കാരണം ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കാരുണ്യവും ദൈവത്തിന്റെ പരിപാലനയും ശരിക്കനുഭവിക്കാൻ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഒത്തിരി സ്പേസ് ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കുടുംബത്തിൽ ദൈവ സ്നേഹ അനുഭവത്തിന് വലിയ സാധ്യത ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തിലുണ്ടായ വികസനങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ മക്കളെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തിലെ ബന്ധങ്ങളെക്കുറിച്ച് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് നാം പഠിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. വളരെ ശരിയാണത്. സ്നേഹത്തിന്റെ ആദ്യ പാഠങ്ങൾ അത് കുടുംബത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. എനിക്ക് പ്രിയപ്പെട്ട ഒരു കുട്ടികളുടെ ഒരു കേന്ദ്രമുണ്ട്. അത് കൊച്ചിയിലാണ്. അത് നിങ്ങൾക്കറിയാമായിരിക്കും, സിസ്റ്റർ ഫബിയോള നടത്തുന്ന, സിസ്റ്റേഴ്സ് ഓഫ് കോൺസുലാത്ത നടത്തുന്ന ഒരു കേന്ദ്രമാണ്. അവിടെ കുട്ടിക്കുഞ്ഞു മുതൽ ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ വരെ അവിടെയുണ്ട്. അവര് കുടുംബങ്ങളിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കാതെ പോയവരാണ്. അതില് ചില മക്കള് ജനിച്ചപ്പോ തന്നെ ഉപേക്ഷിക്കപ്പെട്ടവര്, വേറെ ചിലര് അപ്പനും അമ്മയൊക്കെ മരിച്ചുപോയവര്, വേറെ ചിലര് തീരെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നവര്, അങ്ങനെ പല തരത്തിലുള്ളവര് ഉണ്ട്. അവിടെ ആ ഒരു കുടുംബത്തിൽ അവർക്ക് ലഭിക്കേണ്ട സ്നേഹം അവർക്ക് നൽകാനായി കിണഞ്ഞു പരിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയാണ് ഞാൻ അവിടെ കാണുന്നത്. പക്ഷേ ഒരു കുടുംബത്തിന്റെ അഭാവം അവിടെ ശക്തമായി അനുഭവപ്പെടുന്നുണ്ട്.
സിസ്റ്റേഴ്സ് തന്നെ പറയായിരുന്നു, ചിലരെ പ്രത്യേകിച്ച് ചിലരെ ആ കുഞ്ഞിന്റെ രീതികൾ, ആ കുഞ്ഞിന്റെ സംസാരം, ആ കുഞ്ഞിന്റെ ശൈലി, ആ കുഞ്ഞിന്റെ ഒറ്റക്കിരിപ്പ്, അത് അവര് വല്ലാതെ സിസ്റ്റേഴ്സ് വല്ലാതെ വിഷമിക്കുകയാണ്. എങ്ങനെ കുഞ്ഞിനെ ഒന്ന് ഒന്ന് സ്നേഹത്തില് വളർത്താൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മള് കുടുംബം ദൈവസ്നേഹത്തിന്റെ ഗുരുകുലം, ദൈവസ്നേഹത്തിന്റെ ഗുരുകുലമാണ് കുടുംബം എന്ന് നമുക്ക് തിരുവചനത്തിലൂടെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, എഫേസോസുകാർക്കുള്ള ലേഖനം 21 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാൻ. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ, എടുത്തോളൂ. എഫേസോസുകാർക്കുള്ള ലേഖനം 5-ാം അധ്യായം 21 മുതൽ. രസകരമാണ്. POC ബൈബിളില് നേരത്തെ ഉണ്ടായിരുന്നത് ആ 22-ാം വാക്യത്തിന് മുകളിലാണ് ശീർഷകം. അത് ട്രാൻസ്ലേറ്റേഴ്സ് കൊടുക്കുന്ന ശീർഷകമാണ്, അല്ലാതെ അവിടെ ഒറിജിനൽ ആയിട്ടുള്ളതല്ല. ശീർഷകം ഭാര്യ ഭർത്താക്കന്മാർ എന്നാണ്. പക്ഷേ ഇപ്പൊ റിവൈസ് ചെയ്ത POC ബൈബിളിൽ കാണുന്നത് 21-ാം വാക്യത്തിനും മുകളിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഭാര്യ ഭർത്താക്കന്മാർ എന്നുള്ളത് ആ ശീർഷകം കാണുന്നത് 21-ന് മുകളിലാണ്. അങ്ങനെയെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കിയേ. ഭാര്യ ഭർത്താക്കന്മാർ, ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. അവിടെയാണ് തുടങ്ങുന്നത്. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനം, റെസ്പെക്ട് ഫോർ ക്രൈസ്റ്റ്. നമുക്ക് അതിന് വേണമെങ്കിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം എന്നും പറയാം, കുഴപ്പമൊന്നുമില്ല. ഈ ബഹുമാനം, ആദരം, അല്ലെങ്കിൽ ദ സോ കോൾഡ് ഫിയർ ഓഫ് ഗോഡ് എന്നൊക്കെ പറയുന്നില്ല, ഫിയർ, ഇതെല്ലാം അടിസ്ഥാനപരമായി ലവ് ആണ്, ലവ് ഓഫ് ഗോഡ് ആണ്. അപ്പോ ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും. അപ്പോഴ് സാധാരണഗതിയിൽ പലരും ചിന്തിക്കുന്നത്, വിവാഹത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ വിധേയപ്പെടേണ്ടത് ഭാര്യ, ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാറ്. പക്ഷേ തിരുവചനം നൽകുന്ന ഇൻഡിക്കേഷൻ നോക്കൂ. ശരിക്കും രണ്ടു കൂട്ടർക്കും വിധേയത്വം വേണ്ടത് ക്രിസ്തുവിനോടാണ്. അതാണ് അതിന്റെ പോയിന്റ്. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി എന്ന് പറയുമ്പോൾ രണ്ടു കൂട്ടർക്കും ആത്യന്തികമായ വിധേയത്വം വേണ്ടത് ക്രിസ്തുവിനോടാണ്, ദൈവത്തോടാണ്. ഈ വിധേയത്വത്തിൽ, ഈ ആദരത്തിൽ, ഈ ബഹുമാനത്തിൽ, ഈ ദൈവഭയത്തിൽ, ഈ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം പരസ്പരമുള്ള വിധേയം. ശരിയാണ്, കുടുംബ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഈ ക്ലാസ് എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. കാരണം കുടുംബ ജീവിതം നയിക്കുന്ന നിങ്ങളുടെ അനുഭവത്തിന് പകരം വെക്കാൻ മറ്റൊരാൾക്കും സാധിക്കില്ല. കുടുംബ ജീവിതത്തിൽ ഭർത്താവ് ഭാര്യയുടെ വാക്കുകൾ അനുസരിക്കേണ്ട ചില അവസ്ഥകളുണ്ട്, ഭാര്യയ്ക്ക് വിധേയനാകേണ്ട അവസരങ്ങളുണ്ട്. അത് വളരെ രസകരമാണ്. പ്രത്യേകിച്ച് ജീവിതത്തില് തകർച്ചകളുടെ നേരത്ത് ഭർത്താവിന് കൃത്യമായി മനസ്സിലാവും, അവൾ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ, അവൾ അന്ന് പറഞ്ഞനുസരിച്ച് ഞാൻ അത് കാര്യങ്ങൾ ചെയ്തപ്പോ അവിടുന്ന് കയറിപ്പോരാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി പരസ്പരം വിധേയരായിരിക്കും. ഇനി അത് കഴിഞ്ഞ് 22 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലോ, നമ്മള്
തിരുവചനം അധിഷ്ഠിതമായിട്ട് തന്നെയാണ് ഈ ഒരു വിചിന്തനം നമ്മൾ നടത്തുന്നത്. കണ്ടോ 22-ാം വാക്യം, ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഇപ്പോഴ് 21-ാം വാക്യത്തിൽ പറഞ്ഞതിന്റെ ഒരു ഭാര്യയ്ക്കുള്ള ആപ്ലിക്കേഷൻ ആണിത്. അപ്പോ വിമൻ ഫസ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് പറയുന്നത് പോലെ ആദ്യം ഭാര്യമാരെ പരാമർശിച്ചു എന്നേ ഉള്ളൂ. അപ്പോഴ് ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ചിലപ്പോഴെങ്കിലും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അങ്ങനെ ഒരാള് ശിരസ്സായി നിൽക്കേണ്ടതുണ്ടോ? 2 ശിരസ്സായാൽ എന്താ കുഴപ്പം? അല്ലേ? അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവില്ലേ? 2 ശിരസ്സായാൽ എന്താ കുഴപ്പം? ഒരു വീട്ടിൽ 2 ശിരസ്സായാൽ എന്താ കുഴപ്പം? പറഞ്ഞോളൂ. 2 തരത്തിൽ ചിന്തിക്കും. 2 തരത്തിൽ ചിന്തിക്കും. 2 തരത്തിൽ ചിന്തിക്കും. 2 തരത്തിൽ ചിന്തിക്കുന്നത് നല്ലത് തന്നെയാണ്. 2 തരത്തിൽ ചിന്തിക്കുകയും അവ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുകയും, പക്ഷേ ഒടുവിൽ ഒരു 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 തീരുമാനത്തിന്റെ അല്ലെങ്കിൽ ഒരു നേതൃത്വത്തിന്റെ ലെവലിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ശിരസ് തന്നെ വേണം. അതുകൊണ്ട് വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ കാഴ്ചപ്പാടിൽ ഭർത്താവ് തന്നെയാണ് ശിരസ്. ഇതില് ഒരു സംശയവും ഒരാൾക്കും ഉണ്ടാവേണ്ടതില്ല. ശരിയാണ്, ഇന്നത്തെ ന്യൂജൻ പിള്ളേർക്ക് ഇത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും. 2 ശിരസ്. പക്ഷെ പലപ്പോഴും ഉള്ള കുഴപ്പം എന്താണെന്നറിയാവോ? ഈ 2 ശിരസുകൾ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെ, ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം എന്ത്, ഭാര്യക്ക് കൊടുക്കേണ്ട സ്നേഹവും റെസ്പെക്റ്റും എന്ത്, ഇതൊന്നും തിരിച്ചറിയാതെ രണ്ടും രണ്ടായി പോകുന്ന, രണ്ടും ഒന്നാകാതെ രണ്ടും രണ്ടായി പോകുന്ന വലിയൊരു ഗതികേടിലേക്ക് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ നീങ്ങുന്നത്. അതിന്റെ ഒരു കാരണം ഈ ശിരസ് ഒന്നാണ് എന്ന് അംഗീകരിക്കാത്തതാണ്. അപ്പോ അത് ഇനി രസകരമായ കാര്യം, ഭാര്യയോട് 3 വാക്യമേ പറയുന്നുള്ളൂ സെയിന്റ് പോള്. ശ്രദ്ധിച്ചോ നിങ്ങളത്? 3 വാക്യമേ പറയുന്നുള്ളൂ ഭാര്യയോട്. ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. പ്രിയപ്പെട്ടവരെ ഓർക്കണം, 21-ാം വാക്യത്തെ മറന്നുകൊണ്ട് ആയിരിക്കരുത് 22-ഉം 23-ഉം 24-ഉം വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിരുവചനത്തിന്റെ സമഗ്രതയോടെ ആയിരിക്കണം. ഇനി നിങ്ങളിൽ ആരെങ്കിലും ഭർത്താക്കന്മാർക്ക് സെയിന്റ് പോൾ നൽകുന്ന ഉപദേശം ശ്രദ്ധിക്കുക, ഒന്ന് വായിക്കുക. 8 വാക്യങ്ങളാണ്. കൊള്ളാലോ. ഭാര്യമാരോട് 3 വാക്യങ്ങൾ പറഞ്ഞ പൗലോസ് ഭർത്താക്കന്മാരോട് 8 വാക്യങ്ങൾ പറയുന്നു. കാരണമുണ്ട്. ഭർത്താക്കന്മാർക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. ഈ സ്നേഹവും ഈ ബഹുമാനവും ഈ ആദരവും ഭാര്യയ്ക്ക് നൽകാൻ. അത് വളരെ പ്രത്യേകതയുള്ള ഒരു ശ്രദ്ധേയമായ ഒരു പോയിന്റാണ്. 8 വാക്യങ്ങൾ. ആരെങ്കിലും ഒരാൾ വായിക്കാമോ? 25 തൊട്ടല്ലേ? 25 മുതൽ. അതെ. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും
അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. 8 നീണ്ട വചനങ്ങളിലൂടെയാണ് ഭർത്താക്കന്മാരോട് സെയിന്റ് പോള് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ സെയിന്റ് പോളിന്റെ വാക്കുകളിലൂടെ കർത്താവ് ഭർത്താക്കന്മാരോട് സംസാരിക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഭാഗങ്ങളൊക്കെ ഒത്തിരി വിശദമായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളാണ്. അതിപ്പം നമുക്കത് സാധിക്കില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ലളിതമായിട്ട് ഇതിലൂടെ ഒന്ന് കടന്നു പോയി നോക്കാനാണ്. ഭർത്താക്കന്മാര് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കണം എന്നാണ്. ഇനി എങ്ങനെയാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത്? അവിടെ കൃത്യമായിട്ട് പറയുകയാണ്, തന്നെ സമർപ്പിച്ചതുപോലെ സ്വന്തം ജീവൻ വെടിഞ്ഞും ഭാര്യയെ സ്നേഹിക്കണം എന്നാണ്. വളരെ ശക്തമായ സെൽഫ് സാക്രിഫൈസിങ് ലവിലേക്ക്, ദൈവ സ്നേഹത്തിന്റെ കുടുംബ അനുഭവത്തിലേക്ക്, ക്രിസ്തു സ്നേഹത്തിന്റെ കുടുംബ അനുഭവത്തിലേക്ക് ഭർത്താക്കന്മാരെ തിരുവചനം ക്ഷണിക്കുകയാണ്. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ കാണുന്നത് സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം എന്നാണ്. അപ്പൊ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്വന്തം ശരീരത്തെ എന്നതുപോലെ സ്നേഹിക്കണം എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തു സഭയുടെ ശിരസ്, സഭ ക്രിസ്തുവിന്റെ ശരീരം. ആ സഭയെക്കുറിച്ചുള്ള ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാട് അത് അങ്ങനെ തന്നെ ഭർത്താവിലേക്കും ഭാര്യയിലേക്കും തിരുവചനം അപ്ലൈ ചെയ്യുകയാണ്. ഇനി തീർന്നിട്ടില്ല എന്ന് ഓർക്കണം. 6-ാം അധ്യായം തുടരുന്നത് കുട്ടികളെ അഡ്രസ് ചെയ്തിട്ടാണ്. ഇത് ഫാമിലിയിലെ കാര്യം തന്നെയാണ്. ഒരാൾ വായിക്കാമോ? 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങള്. കുട്ടികളെ, 6-ാം അധ്യായം 1 മുതൽ 4 വരെ. കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. പിതാക്കന്മാരെ, നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത്, അവരെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ. താങ്ക് യു. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, അപ്പോ കുടുംബത്തിലെ ദൈവസ്നേഹ അനുഭവത്തിന് മക്കളുടെ തലവും കൂടി ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. കുട്ടികളോട് മാതാപിതാക്കന്മാരെ അനുസരിക്കാനും പറഞ്ഞുകൊണ്ട് അത് ന്യായയുക്തമാണെന്നാ പറയുന്നത്. ഇനി രസകരമായ കാര്യം, വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇവിടെ പരാമർശിച്ചിരിക്കുന്നു. 10 കൽപ്പനകളിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന കൽപ്പനയോടു ചേർത്താണ് അതിൻ്റെ ഫലമായി ഇന്ന സാധനം, ഇന്ന സംഗതി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്താണ് വാഗ്ദാനം? നിങ്ങൾക്ക് നന്മ കൈവരും, മാത്രമല്ല ദീർഘകാലം
ജീവിക്കാൻ കഴിയും. അതാണ് വാഗ്ദാനം. അപ്പോ കുടുംബത്തിലെ മക്കള് മാതാപിതാക്കളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്തു ജീവിക്കാൻ ദൈവവചനം അവർക്ക് ഇൻസെന്റീവ് നൽകുകയാണ്. അവർക്ക് അതാണ് മക്കൾക്ക് എപ്പോഴും ഇത്തിരി എന്തെങ്കിലുമൊക്കെ ഇൻസെന്റീവ് താല്പര്യ. പോക്കറ്റ് മണിയോ കൊടുക്കാറില്ലേ നിങ്ങള്? അപ്പോ അല്ലെങ്കിൽ സമ്മാനം കൊടുക്കാറുണ്ട്. ദൈവവചനം അത് തന്നെയാ ചെയ്യുന്നത്. പക്ഷെ അത് കുടുംബത്തിൽ മാതാപിതാക്കളോട് സ്നേഹവും ബഹുമാനവും ആദരവും അനുസരണവും പാലിക്കാൻ വേണ്ടി ദൈവവചനം മക്കൾക്ക് ഇൻസെന്റീവ് കൊടുക്കുന്നു. അപ്പോഴ് വളരെ സുന്ദരമാണ്. ഒപ്പം മക്കളെ വളർത്തുന്ന പാരന്റിങ്ങിന്റെ കാര്യത്തില് മക്കളെ പ്രകോപിപ്പിക്കരുത് എന്ന് പറയുന്ന ദൈവത്തെ നമ്മൾ കാണുന്നു. ഒപ്പം കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുക. ഈ ഓരോ വചനവും നമ്മൾ ഒന്ന് ഗൗരവമായിട്ട് ഇരുന്നൊന്ന് പഠിക്കുകയാണെങ്കിൽ എന്തൊരു ആഴപ്പെട്ടതാണ്. കുടുംബത്തിൽ ദൈവസ്നേഹം മക്കള് പഠിക്കണം. അപ്പന്റെയും അമ്മയുടെയും സ്നേഹം കണ്ട് മക്കളും സ്നേഹത്തിൽ വളരണം. അപ്പന്റെയും അമ്മയുടെയും ദൈവസ്നേഹം കണ്ട് മക്കളും ദൈവസ്നേഹത്തിൽ വളരണം. അവര് പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തണം. അവര് ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരാകണം. അവരെ കർത്താവിന്റെ ശിക്ഷണത്തിൽ വളർത്തുവിൻ, കർത്താവിന്റെ ഉപദേശത്തിൽ വളർത്തുവിൻ. എന്താണ് ആ ഉപദേശത്തിൽ വളർത്തുക? എങ്ങനെ ജീവിക്കണം എന്ന്. അപ്പൊ വിശ്വാസം മാത്രം പോരാ, ധാർമ്മികതയും വേണമെന്ന്. ഫെയ്ത്ത് ആൻഡ് മോറൽസ്. ഒരു കുടുംബത്തിൽ ദൈവസ്നേഹം ആഴപ്പെടുന്നതിന്റെ വളരെ പ്രായോഗികമായ തലങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത്. ഇനി അതുകൊണ്ട് തീർന്നോ? 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളില് കുടുംബത്തിലെ വേലക്കാരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാന്നേ. കുടുംബവുമായി ബന്ധപ്പെട്ട സഹായകരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാവരെയും. ഇവിടെ ഒരു നമ്മൾ വിചാരിക്കും വീട്ടില് അങ്ങനെ വീട്ടുജോലിക്ക് ആളുള്ള കുടുംബങ്ങളെ മാത്രമായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന്. അന്നേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആരാ നമുക്ക് വേണ്ടി പണിയെടുക്കാത്തത്? ഓരോ കുടുംബത്തിനും വേണ്ടി എത്രയോ പേരാ അധ്വാനിക്കുന്നത്. നിങ്ങളുടെ വീട്ടില് കറണ്ടൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നില്ലേ? ശരി, അവരെ വീട്ടുജോലിക്കാരായിട്ട് നമ്മൾ കരുതിയിട്ടില്ല, സത്യം തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ വീടിന് വെളിച്ചം കിട്ടണമെങ്കിൽ അവരുടെ ശ്രദ്ധാപൂർണമായ പരിചരണം. നിങ്ങളുടെ വീട്ടിൽ വെള്ളം കിട്ടണമെങ്കിൽ വാട്ടർ ഡിപ്പാർട്ട്മെന്റ്, വാട്ടർ അതോറിറ്റി നന്നായിട്ട് ഫങ്ഷൻ ചെയ്യണം. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പണിയെടുത്ത എത്രയോ പേരുണ്ട്. ഓരോ കാര്യം ശ്രദ്ധിച്ചു നോക്കുക. ഒരു കുടുംബത്തെ കുടുംബമാക്കുന്നതിൽ ശരിക്ക് അധ്വാനിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവരെ കുറിച്ചൊക്കെയുള്ള ചിന്ത, വളരെ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടില് കൂടെയുള്ള ജോലിക്കാരുമായിട്ടുള്ള ചിന്ത, അവരെ റെസ്പെക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ അവര് നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ, ഇതെല്ലാം നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും, അതാണ് അവസാനം, നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടത്തേക്ക് മുഖം നോട്ടമില്ലെന്നും അറിയുവിൻ. എവിടെ വരെ ഞാൻ ഇന്ന് ദൈവസ്നേഹം കുടുംബത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത് എഫേസോസുകാർക്കുള്ള ലേഖനത്തെ 5-ാം അധ്യായത്തിലെ 21 മുതൽ 6-ാം അധ്യായത്തിലെ 9 വരെയുള്ള വാക്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒന്ന് ശ്രദ്ധാപൂർവം അതിലൂടെ കടന്നു പോകണമേ. നമുക്ക് പ്രത്യേകമൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ കർത്താവേ, അങ്ങയുടെ സ്നേഹം കുടുംബത്തിലെ സ്നേഹത്തിൽ നിന്ന് അനുഭവിക്കാൻ ഞങ്ങൾക്കങ്ങ് ഇടയാക്കിയല്ലോ. ഞങ്ങൾ സ്നേഹിക്കാൻ പഠിച്ചത് കുടുംബത്തിലാണ്. അങ്ങയെ സ്നേഹിക്കാൻ പഠിച്ചതും പരസ്പരം സ്നേഹിക്കാൻ പഠിച്ചതും ലോകത്തിലെ സകല മനുഷ്യരെയും സ്നേഹിക്കാൻ പഠിച്ചതും കുടുംബത്തിലാണ്.
നന്ദി പറയുന്ന കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിലെ സ്നേഹമൂർത്തം, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവസ്നേഹം ആഴപ്പെടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവസ്നേഹത്തിന് അല്പമായെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ, അതങ്ങ് പരിഹരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കിടയിലെ സ്നേഹത്തിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ, അങ്ങ് പ്രത്യേകിച്ച് ഈ വചനങ്ങളുടെ ബലത്തിൽ അങ്ങ് അത് പൂർണ്ണമായും നീക്കി സ്നേഹത്തിൽ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ ഗുരുകുലമായി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളിലേക്ക് അങ്ങയുടെ സ്നേഹം സമൃദ്ധമായി ഇറങ്ങിച്ചെല്ലട്ടെ. അത് ഞങ്ങളുടെ ജീവിത മാതൃകയിലൂടെയും ഞങ്ങളുടെ ശ്രദ്ധാപൂർവകമായ പാരന്റിങ്ങിലൂടെയും ആവട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് നന്മയുണ്ടാകട്ടെ.